ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ മുഖ്യ അഡ്മിൻ ശ്രീമാൻ ഉദയൻ KR മാവേലിക്കര, അധ്യക്ഷൻ ശ്രീമാൻ പ്രതീഷ് അങ്കമാലി, കോർഡിനേറ്റർ ശ്രീമാൻ റെജി തെക്കങ്കൽ മല്ലപ്പള്ളി, മറ്റ് അഡ്മിൻ ടീം അംഗങ്ങൾ, ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ എൻ്റെ ആത്മസഹോദരങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം ഗുരുധർമ്മം. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ സ്ത്രീധനത്തെ കുറിച്ച് ഗുരുദേവന്റെ അഭിപ്രായം, യഥേഷ്ടം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും സജ്ജനങ്ങളാൽ നിന്ദ്യമാണ്. ഇപ്രകാരം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നതായാൽ അത് സന്തതി വിൽപ്പനയായി ഭവിക്കും. സ്ത്രീധനം എന്നത് ഒരു കൊടുക്കൽ വാങ്ങലാണ്. അതായത് ആവശ്യം, ഉപയോഗം, പ്രയോജനം ഇവയെ അടിസ്ഥാനമാക്കിയുള്ള വിപണി സംസ്കാരമാണ്. ഇത് സന്താനങ്ങളെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തുല്യമാണ്. ക്രയവിക്രയങ്ങൾ നടത്തുന്ന വസ്തുക്കളെ പോലെ ആവശ്യം, ഉപയോഗം, പ്രയോജനം എന്നീ അവസ്ഥകൾക്കനുസരിച്ച് അവയുടെ ഉടമസ്ഥ അവകാശവും കൈവശാവകാശവും മാറി മറിഞ്ഞു വരുന്നത് പോലെയുള്ള വസ്തുക്കളാണ് സന്തതികൾ. അതിനാൽ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും സന്താനങ്ങളെ ആത്മാവിന് ഭിന്നമായി കാണുന്നത് കൊണ്ടും മാനുഷികതയുടെ മൗലിക ഭാവത്തിൽ കാണാത്തത് കൊണ്ടുമാണ്. ഈശ്വരഹിതം കൊണ്ട് വന്നു ചേരുന്ന മക്കൾ ഒരു ക്രയവിക്രയ വസ്തുവല്ലെന്നും സന്താനങ്ങളെ ആ വിധത്തിൽ വ്യവഹരിക്കുന്നത് നിന്ദ്യമാണെന്നുമുള്ള സത്യം ഗുരുദേവൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വാക്കുകൊണ്ട് ആർക്കെങ്കിലും നൽകപ്പെട്ട വധുവിനെ മറ്റൊരാൾക്ക് നൽകരുത്. ഇതിൽ നിന്നും വ്യതിചലിക്കുന്നത് ധർമ്മഭംഗമാണെന്നതിനാൽ ദുർഗതിയെ പ്രാപിക്കാൻ ഇടവരും. പറയപ്പെടുന്ന ഓരോ വാക്കും സത്യസന്ധമായിരിക്കണം. എപ്പോഴെങ്കിലും ഒരു വാക്ക് അസത്യത്തെ ആവിഷ്കരിക്കുന്നതായാൽ അത് ആ വാക്കിന്റെ ഉറവിടമായിരിക്കുന്ന ഈശ്വരത്വത്തെ നിഷേധിക്കലാണ്. ഇങ്ങനെ സത്യത്തിന്റെ നിലയമായിരിക്കുന്ന വാക്കിനെ പാഴ്വാക്കാക്കുന്നതും വാക്കാൽ നൽകപ്പെട്ടതോ ഉറപ്പിക്കപ്പെട്ടതോ ആയ ഒന്നിനെ യഥോചിതം നൽകാതിരിക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നൽകുന്നതും സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നുമുള്ള വ്യതിചലനമാണ്. ഈ വ്യതിചലനം സത്യതയെ ദുർബലമാക്കുകയും ദുർഗതിയെ ശക്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരാൾക്ക് വാക്കാൽ നിശ്ചയിക്കപ്പെട്ട വധുവിനെ ഭരണിയോ മറ്റൊരാൾക്ക് നിശ്ചയിക്കരുത്. കാരണം അത് അമംഗളകരവും പ്രണയത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതുമാണ്. കുഷ്ഠം, ക്ഷയം, ആസ്മ, ഹൃദ്രോഗം എന്നീ രോഗങ്ങളാലും ദാരിദ്ര്യത്താലും പീഡിതരായവർ ഒരിക്കലും വിവാഹം ചെയ്യരുത്. മാരക രോഗങ്ങളും ദാരിദ്ര്യവും കൊണ്ട് പീഡിതരായി തീരുന്നവർക്ക് അതിനുള്ള ശാരീരികവും മാനസികവുമായ സ്ഥിതിയിലേക്ക് എത്തുവാൻ കഴിയുന്നതല്ല. ഇത് വകവയ്ക്കാതെ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അത് ഗാർഹികവും സാമൂഹ്യവുമായ ധർമ്മങ്ങളെയും കടമകളെയും നിർവഹിക്കുന്നതിലും പാലിക്കുന്നതിലും ഗുരുതരമായ വീഴ്ചകൾക്കിടയുണ്ടാകും. അതുകൊണ്ട് ഇത്തരക്കാർ അവിവാഹിതരായി ജീവിക്കുകയാണ് അവർക്കും മറ്റുള്ളവർക്കും ഉത്തമം.
വിവാഹശേഷം ദമ്പതിമാരിൽ ആർക്കെങ്കിലും സാംക്രമിക രോഗം പിടിപെട്ടാൽ ലോകമംഗളത്തെ കരുതി സംയോഗാഗ്രഹം ത്യജിക്കേണ്ടതാണ്. ലോകത്തിന് മംഗളകാരികളായി വർദ്ധിക്കുന്നതിനായിട്ടാണ് ഈശ്വരൻ എല്ലാവരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലോകമംഗളത്തിന് വിരുദ്ധമായ ഏതെങ്കിലും വൃത്തിയിൽ ഏർപ്പെടുന്നത് ഈശ്വരനിന്റെയാണ്. അധികവും ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നവരാണ് അറിഞ്ഞോ അറിയാതെയോ ഇത്തരം വൃത്തികളിൽ അകപ്പെടുന്നത്. കർമ്മബന്ധങ്ങളും മോഹസങ്കല്പങ്ങളും ശക്തിയാർജിക്കുമ്പോൾ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും സമനില കൈവിട്ടുപോകും. ഇതോടെ ബുദ്ധി മന്ദീഭവിക്കുകയും വികാരങ്ങൾ ബലപ്പെടുകയും ചെയ്യും. ഇത്തരം അവസ്ഥകളിലാണ് ഗൃഹസ്ഥനായ മനുഷ്യൻ അരുതാത്തത് പലതും ചെയ്തു പോകുന്നത്. ഇതുമൂലമുണ്ടാകുന്ന അമംഗളകരമായ അവസ്ഥ കുടുംബത്തിന് മാത്രമല്ല വരും തലമുറകൾക്ക് പോലും ദുരിതഹേതുവായി തീരും. അതിനാൽ വൈവാഹിക ബന്ധത്തിന്റെ ആഴത്തെ മുറിവേൽപ്പിക്കാവുന്നവയെല്ലാം ദമ്പതിമാർ ഒരുപോലെ നിരാകരിക്കുകയാണ് വേണ്ടത്. സ്നേഹത്തിനും അനുരാഗത്തിനും ഇടവേള കൂടാതെ കടന്നു വരുവാനും നിലനിൽക്കുവാനുമുള്ള ഇടം എപ്പോഴും വൈവാഹിക ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതറിഞ്ഞ് ഒരാളിന്റെ മനോനിലയും ആരോഗ്യസ്ഥിതിയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും പരസ്പരം അംഗീകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന പങ്കാളിത്തമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ചരടിനെ മുറുക്കി വയ്ക്കുന്നത്. ഇംഗിതങ്ങൾക്കനുസരിച്ചുള്ള ശാരീരിക ബന്ധം ദമ്പതികൾക്ക് അനുവദനീയമാണെങ്കിലും രോഗാതുരമായ അവസ്ഥകളിലും മാനസിക സമ്മർദ്ദമേറിയ സന്ദർഭങ്ങളിലും സംയോഗാസക്തിയെ ത്യജിക്കുന്നതാണ് കുടുംബത്തിന്റെയും തലമുറയുടെയും സാമൂഹ്യത്തിന്റെയും മംഗളത്തിനുത്തമം. ധർമ്മപഞ്ചകവും ശുദ്ധിപഞ്ചകവും സദാ ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കണം. അതുപോലെ തന്നെ അദർക്കിത ഫലവഹമായിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളും യഥാവിധി അനുഷ്ഠിക്കണം. ധന്യമായ ഒരു ഗൃഹസ്ഥ ജീവിതമാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരെല്ലാം അഭിലഷിക്കുന്നത്. എന്നാൽ അഭിലാഷം കൊണ്ട് മാത്രം യാതൊന്നും സാക്ഷാത്കരിക്കപ്പെടുകയില്ല. ഏതൊന്നിൻ്റെയും സാക്ഷാത്കരിക്കപ്പെടലിനൊരു സമർപ്പണം അനിവാര്യമാണ്. അതുകൊണ്ട് ഗൃഹസ്ഥ ജീവിതത്തിന്റെ ധന്യതയ്ക്കും ഒരു സമർപ്പണം കൂടിയേ തീരൂ. ഞാൻ എന്ന അഹന്തയെ ഗൃഹസ്ഥാശ്രമമാവുന്ന ഹോമകുണ്ടത്തിൽ ദഹിപ്പിക്കുക എന്നതാണ് ആ സമർപ്പണം. ഇങ്ങനെ അഹന്തയെ ഒഴിച്ചാൽ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് സത്യത്തിന്റെ അടിത്തറയും ധർമ്മത്തിന്റെ ചുവരുകളും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായുവുമുള്ള ഗ്രഹവാസം ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. അഹിംസ, സത്യം, ആസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം എന്നീ 5 ധർമ്മങ്ങളും ദേഹശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗ്രഹശുദ്ധി എന്നീ 5 ശുദ്ധികളും 5 മഹായജ്ഞങ്ങളും ഒരു ഗൃഹസ്ഥാശ്രമി എല്ലായ്പ്പോഴും അനുഷ്ഠിക്കുന്നതായാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും ശാന്തിയും നിറഞ്ഞു നിൽക്കും. എന്തെന്നാൽ അത്തരം കുടുംബങ്ങളുടെ വിളക്കും നാഥനും ഈശ്വരൻ തന്നെയാണ്. ആത്മസഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരു ഓം.